അല്ല, എന്തൊക്കെയാ ചങ്ങായിമാരെ, സുഖമല്ലല്ലോർക്കും. നിങ്ങളെ ഫോണിലെ ചാർജ് വേഗം തീർന്നുണ്ടോ? ബാറ്ററി ചാർജ് വേഗം തീർന്നുണ്ടോ? ചിലർ പറയുന്നേക്കാ പെട്ടെന്ന് അങ്ങ് തീർന്നു. 5000 mAh 6000 mAh ഫാസ്റ്റ് ചാർജിങ് ആണ് എന്താക്കിയിട്ട് എന്താ ചാർജ് വേഗം അങ്ങ് തീർന്നു, പിന്നെയും കയറ്റും പിന്നെയും തീരും. ഇതിപ്പോ ഒന്നോ രണ്ടോ ടിപ്സോ ട്രിക്സോ സെറ്റിങ്സോ ഞാനങ്ങ് പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? എന്നിട്ട് നിങ്ങളെ ഫോണിലെ ചാർജ് നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളെ ഫോൺ എന്നാണ് നമ്മൾ എന്നാണോ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീരും. പക്ഷെ ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കാണ്ട് തന്നെ തീരും. അത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ അറിയാണ്ട് ഒരുപാട് വർക്കിംഗ് ഫോൺ ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചെങ്കിലും നിങ്ങളെ ഫോണിലെ ചാർജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റിങ്സ് നോക്കാം. ഫുള്ളായിട്ട് ചാർജ് അങ്ങ് നിന്നൂടുന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഒരു പരിധി വരെ നിങ്ങളെ ഫോണിലെ ചാർജ് നിലനിർത്താൻ കഴിയും. അത് എന്താ സംഭവം, നമ്മളെ ഫോണിൽ ഒരുപാട് വൈബ്രേഷനുകളുണ്ട്. ഈ വൈബ്രേഷൻ ആകുന്നേരം ഫോണിന്റെ ചാർജ് ഒരുപാട് ഈ വൈബ്രേഷൻ കൺസ്യൂം ചെയ്യും. ഈ വൈബ്രേഷൻ കൂടുതലായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ, ഓരോ നോട്ടിഫിക്കേഷൻ വരുന്നവരും ഫോൺ ഇങ്ങനെ വൈബ്രേഷൻ ആകും. ഡീഫാൾട്ടായിട്ട് നോട്ടിഫിക്കേഷൻ വൈബ്രേഷനിലെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെലഗ്രാം. അതുപോലെ മറ്റ് ആപ്ലിക്കേഷനുകളിലും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതിലൊക്കെ നമുക്ക് വൈബ്രേഷൻ ഉണ്ടാവും നോട്ടിഫിക്കേഷൻ വരുന്നേരം. ഈ വൈബ്രേഷൻ നമുക്ക് ഓഫാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിലും വൈബ്രേഷൻ ഉണ്ടാവും, അതും ഓഫാക്കാം. ആദ്യം നമുക്ക് ടെലഗ്രാം നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മേലെ 3 ലൈന് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എടുക്കുക. നോട്ടിഫിക്കേഷൻസ് ആൻഡ് സൗണ്ട്സ് എന്നുള്ള ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് മേലെ 3 ഓപ്ഷൻ ഉണ്ടാകുക. അത് 3 നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേറ്റ് എന്നുള്ള ഉണ്ടാവും. ഇത് ഡീഫാൾട്ടിലാണ് ഉണ്ടാകുക, അത് ഡിസേബിൾഡ് കൊടുക്കുക. തിരിഞ്ഞിക്കോ. അതുപോലെ 3 നമുക്ക് വൈബ്രേറ്റ് എന്നുള്ള ഓപ്പൺ ചെയ്തിട്ട് ഡിസേബിൾ ചെയ്യാം. അവിടെ കയ്യോ ഇല്ല. ടെലഗ്രാമിൽ ഒന്നുകൂടി ഉണ്ട്. കുറച്ച് താഴേക്ക് വന്നാൽ ഇൻ ആപ്പ് വൈബ്രേറ്റ് എന്നുള്ള അതൊന്ന് ഡിസേബിൾ ആക്കിയിട്ട് ഇതും ഡീഫാൾട്ടായിട്ട് ഓണിലുണ്ടാകുക, അത് ഓഫ് ആക്കിയിട്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സംഭവിച്ചാലും നമ്മളെ ഫോൺ വൈബ്രേറ്റ് ആകുകയില്ല, അങ്ങനെ ചാർജ് നഷ്ടപ്പെടുകയില്ല. പിന്നെ വാട്സപ്പിലെ നോട്ടിഫിക്കേഷന്റെ വൈബ്രേഷൻ അതും നമുക്ക് ഒഴിവാക്കാം. വാട്സപ്പിന്റെ ആപ്പ് ഇൻഫോ എടുക്കുക. നിങ്ങൾ വാട്സപ്പിന്റെ ഐക്കണിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ ഒരു ആപ്പ് ഇൻഫോ എന്നുള്ളൊരു സംഭവം കാണും. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എടുക്കുക. ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്തിട്ട് അലോ വൈബ്രേഷൻ എന്നുള്ള അതൊന്നങ്ങ് ഓഫാക്കി വെക്കുക. അങ്ങനെ ഓഫാക്കിയാൽ വാട്സപ്പിന്റെ നോട്ടിഫിക്കേഷൻ വൈബ്രേഷനും നമുക്ക് ഒഴിവാക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിൽ നമ്മൾ ഓരോ അക്ഷരവും പ്രസ് ചെയ്യുന്ന നേരം ഫോൺ വൈബ്രേറ്റ് ആവും, അതും നമുക്ക് ഓഫാക്കാം. ഇതൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളെ ബാറ്ററി ചാർജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനാവും, മെച്ചപ്പെടുത്താനാവും, കുറച്ചുകൂടി സമയം കൂടുതൽ ഉപയോഗിക്കാനാവും. കീബോർഡിലെ വൈബ്രേഷൻ എങ്ങനെ ഓഫാക്കുക? ഓരോരുത്തരും ഓരോ ജാതി കീബോർഡാണ് ഉപയോഗിക്കുക. എല്ലാ കീബോർഡിന്റെ സെറ്റിംഗ്സിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ ഗൂഗിൾ കീബോർഡാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെതാണ് ഞാൻ കാണിച്ചിരുന്നത്. നമ്മൾ കീബോർഡ് ഓപ്പൺ ചെയ്താൽ അതിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ കീബോർഡ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ വൈബ്രേറ്റ് ഓൺ കീ പ്രസ് എന്നുള്ള ഓണിലുണ്ടാവും, അതൊന്നും ഓഫാക്കി വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ കൂടുതലായി നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പിന്റെയും വൈബ്രേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിൽ ബാറ്ററി ചാർജ് മാക്സിമം നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനാവും. സംഭവം തീർന്നിക്കോ. ഇത് ഉപകാരം തോന്നിക്കിട്ട് നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റിൽ കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.